ഹായ്, നമസ്കാരം കൂട്ടുകാരെ. ഞാൻ ഒരു എൻ്റെ കൂട്ടുകാരോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടിരിക്കുക. എന്താ, ഈ ഫേസ്ബുക്കിലേക്ക് എനിക്ക് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ വായിക്കാനോ ഒക്കെ ആയിട്ട് നിങ്ങൾ ഇടുന്ന പോസ്റ്റുകൾ അത് ലിങ്ക് അയക്കരുത്. ദയവേത് ലിങ്കിലൊന്നും ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇതിനു മുമ്പ് അങ്ങനെ ഒരിക്കലും എനിക്കൊരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടൊരു ഫോൺ തന്നെ അങ്ങോട്ട് സ്റ്റക്കായിപ്പോയി. അത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോൾ എങ്ങനെ അയക്കുന്നു എന്നൊന്നും അറിയത്തില്ല. എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണല്ലോ, എൻ്റെ കൂട്ടുകാരാണല്ലോ. അപ്പോൾ എനിക്ക് ലിങ്കിൽ ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ലിങ്ക് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ വായിക്കാൻ പറ്റുന്നുള്ള അറിയേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അത് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇട്ട് തരുവാണെങ്കിൽ ഞാൻ അംഗീകരിക്കാവുന്നതാണ്. വായിച്ച് നോക്കിയിട്ട് വായിക്കാതിരിക്കുകയല്ല. പിന്നെ അത്രയും നീളമുള്ളതൊക്കെ ആകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതാണ് ഒരു കുഴപ്പം. വളരെ വായിക്കാനുള്ളത് അങ്ങനെ എഴുതുമ്പോൾ കൂടി പോകുന്നു എനിക്കറിയാം. എങ്കിലും അതൊരു നല്ല പോസ്റ്റുകളൊക്കെ ചിലർ ലിങ്ക് അയക്കുന്നുണ്ട്. അപ്പോൾ ആ ലിങ്കിലൊന്നും ഞാൻ കയറി പോവുകയാണ്. സ്വതവേ അത്രയും കൂടിയ നീളത്തിലുള്ള എഴുത്തുകളൊന്നും ആരും ഒത്തിരി അങ്ങനെ വായിക്കുമല്ലോ. അത്രയ്ക്ക് വായനാശീലവും അറിവൊക്കെ വേണ്ടവർ അതൊക്കെ ചെയ്യുള്ളൂ. അക്കാര്യത്തെക്കുറിച്ച് അറിയേണ്ടവരോ. അപ്പോൾ നിങ്ങൾ ലിങ്ക് ഗ്രൂപ്പിൽ, അതായത് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ലൈക്ക് ചെയ്താന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് എൻ്റെ ഉണ്ട്. അതിലേക്ക് നിങ്ങൾ അയക്കുകയാണെങ്കിൽ, ഞാനത് ഷെയർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത് അതിനകത്ത് അംഗീകരിക്കാം. എനിക്ക് അംഗീകരിക്കാൻ പറ്റിയതാണെന്നോ അല്ലെങ്കിൽ അത് LDFിൻ്റെതായ രീതിയിൽ കൊള്ളാവുന്നതാണെന്നൊക്കെ തോന്നിയാലേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചെയ്താൽ വലിയ ഉപകാരം. ഇല്ലെങ്കിൽ എൻ്റെ പേജിലേക്കാണെങ്കിലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് വായിച്ച് നോക്കിയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഗ്രൂപ്പിലേക്ക്. അപ്പോൾ എൻ്റെ പേജിലൂടെ ഇപ്പോൾ ഞാൻ അങ്ങനെ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും അങ്ങനെ എഴുത്തൊന്നുമില്ല. വളരെ അപൂർവമായിട്ട് എങ്ങനെ അത്യാവശ്യം എഴുതിയാലേ ഉള്ളൂ. അത് എന്തോ ഈ മോണിറ്റേഷനായ പിന്നെ അതൊക്കെ ഈ ഫേസ്ബുക്കിൻ്റെ നിയമത്തിൽ വരുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അല്ലാത്തതുകൊണ്ട് ഇപ്പം ഒന്നും കിട്ടുമായിട്ടോ ഒന്നും ആയിട്ടല്ല. എന്തായാലും മോണിറ്റേഷനായിട്ടുണ്ടല്ലോ, അവർ തരുന്നെങ്കിൽ തരട്ടെ. ഇപ്പോൾ $25 ആയാൽ എന്തെങ്കിലും തരുമെന്ന് പറയുന്നു. തന്നാൽ തരട്ടെ. ഇത് അവർ 25 ആയോ ഒന്നും അറിയില്ല കേട്ടോ. പിന്നെ അല്ലെങ്കിൽ വല്ല രാഷ്ട്രീയമൊക്കെ ഞാൻ എഴുതിയാണ് ഇത്രയൊക്കെ ആയത്, അതേക്കുറിച്ചൊക്കെ എഴുതിയാണ്. എങ്കിലും ഗ്രൂപ്പിൽ ഞാൻ രാഷ്ട്രീയത്തിൽ ഉള്ളത് തന്നെയാണ് എഴുതുന്നത്. പിന്നെ ഈ മോണിറ്റേഷൻ നഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ, അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ഗ്രൂപ്പിൽ തന്നെ വരുന്നതും ചിലപ്പോൾ അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതും തന്നെ പലപ്പോഴും സ്റ്റാറ്റസ് താഴോട്ട് കാണിക്കുന്നതാണ് കാണുന്നത്. പലപ്പോഴും ഇന്നും മിക്കവാറും ഒരെണ്ണം കാണാം. ഇതിനകത്ത് വിരുദ്ധമായിട്ട് ഒരെണ്ണം അതിനകത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആവശ്യമില്ലാത്തതിന് അത് സെക്സ്പരമായതോ വർഗീയപരമായതോ കുട്ടികളുടെ അങ്ങനെയുള്ളതോ ഒന്നും പോസ്റ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എന്താ ചെയ്യുന്നതിനകത്തെന്ന് വെച്ചാൽ ഈ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ, ഏതെങ്കിലും അല്ല, CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഏതെങ്കിലും പോസ്റ്റുകൾ അതിനകത്തേക്ക് ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ ആരെങ്കിലും കൊണ്ട് കമൻറ്റ് ചെയ്യും എന്തെങ്കിലും. എല്ലാ കമൻറ്റുകളൊക്കെ ഇപ്പോൾ പോയി നോക്കാൻ പറ്റുന്ന കാര്യമാണ്. ചിലതിനകത്ത് ഒത്തിരി കമൻറ്റുകൾ വരും. ചില കമൻറ്റുകളൊക്കെ ഫേസ്ബുക്ക് കാണിച്ചു തരും. അപ്പോൾ അത് ഞാൻ ഡിലീറ്റ് ചെയ്യാറുമുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യും. മോശമായ രീതിയിൽ ആരെങ്കിലും എഴുതിയാൽ കണ്ടു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ എനിക്ക് അത് ദൃശ്യമാകാതെയും വരുന്നതുകൊണ്ടൊക്കെ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ കാര്യം വൈഫൈ ഒക്കെ ഉണ്ടെങ്കിലും എൻ്റെ സ്പീഡ് നെറ്റിന് ഇപ്പോഴും കുറഞ്ഞു പോവുക. വൈഫൈ നെറ്റിനും ഇപ്പോൾ സ്പീഡ് പലപ്പോഴും 20 MBs ഇങ്ങനെയാണ് ഞാൻ ഏറ്റവും കുറഞ്ഞതൊക്കെയാണ് തന്നേക്കുന്നത്. അതേ എടുത്തേക്കുന്നത്. അത് ഫ്രീ ആയിട്ട് സർക്കാർ തരേണ്ടതാണ്. ദരിദ്രയ്ക്ക് താഴെയുള്ളവരാണ് കാര്യം. അത് സർക്കാർ ഇനി എന്താണ് ഫ്രീ ആയിട്ട് തരുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ അതിപ്പോൾ ഒരു നഷ്ടക്കച്ചവടമാണെങ്കിലും ഞാൻ എങ്ങനെയൊക്കെ അതിനെ ഓടിച്ചു കൊണ്ടുപോവുകയാണ്. അതൊരു ഭാരിച്ച പണിയാണ് കേട്ടോ. കാരണം അതിനുള്ള
പെൻഷനൊന്നും സർക്കാർ കൂട്ടി തന്നിട്ടില്ലല്ലോ. 1600 രൂപയിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ലേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ വൈഫൈ വന്നതോടുകൂടി ഞാൻ അല്ലെങ്കിലും ടി വി കണക്ഷൻ ഇല്ല കേട്ടോ, ടി വി കണക്ഷൻ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ വൈഫൈക്ക് ആ ടി വി കണക്ഷൻ ഉണ്ടെന്നുള്ള രീതിയിലുള്ള ആ കണക്കിലങ്ങ് പോവുകയാണിപ്പോൾ. അപ്പോൾ അത് ഒരു ഭാരിച്ച പണിയാണ്. പിന്നെ എന്തോരം നോക്കിയാൽ ഒരു ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിനകത്തേക്ക് വരുന്നത് ഒത്തിരി നോക്കാനുണ്ട്. ഒത്തിരി അതിനകത്തേക്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അംഗീകരിക്കാൻ നോക്കാതെ, വായിച്ച് നോക്കാതെയോ വീഡിയോ കാണാതെയോ ഒക്കെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? പിന്നെ കുറേ ഇംഗ്ലീഷിലൊക്കെ വരുന്ന കുറേ ഞാൻ ഒഴിവാക്കുക. കാരണം എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. അതെൻ്റെ കൂട്ടുകാരോട് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. പിന്നെ എല്ലാം ഞാനത് മലയാളത്തിലാക്കി വായിച്ച് നോക്കാനൊക്കെ പറ്റുന്ന കാര്യമാണ്. അല്ലെങ്കിൽ അതൊരു മലയാളത്തിലേക്ക് കേൾക്കാനൊക്കെ പറ്റും. വീഡിയോയൊക്കെ കേൾക്കണമെങ്കിൽ സമയം കുറേ പിടിക്കുകയല്ലേ. എഴുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഓടിച്ചൊരു നോട്ടമൊക്കെ നോക്കി പോകാൻ നോക്കാം. ഈ മലയാളത്തിൽ എഴുതിയതൊക്കെ ആണെങ്കിലോ. അല്ലാത്ത വീഡിയോ ആയിട്ട് വന്നേക്കുന്ന വരുന്നതൊക്കെ ചിലപ്പോൾ അത് ഒത്തിരി നേരം ഇരുന്ന് കാണേണ്ടതാണ്. അതിൻ്റെ ആദ്യമൊന്നും അതിൻ്റെ ശരിയായ വിവരം എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ അത് തന്നെ ഡിലീറ്റ് ചെയ്തോളൂ. നിരസ്കരിക്കും എന്ന് വെച്ചാൽ 2 ഓപ്ഷനുകളുണ്ട്. ഒന്ന് അതിനകത്ത് അംഗീകരിക്കാൻ പറ്റുന്നത് തിരസ്കരിക്കുക. അങ്ങനെ ഞാൻ അങ്ങനെയൊന്നും അങ്ങ് ചെയ്യും. അപ്പോൾ നിരാകരിക്കും, അത് വേണ്ടാന്ന് വെക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ അതെനിക്ക് ലിങ്ക് ഇട്ട് തരുന്ന പലരുടെയും ലിങ്ക് ഞാൻ കാണാറുണ്ട്. ലിങ്ക് എനിക്ക് അയച്ചു തരാറുണ്ട്. ആ ലിങ്കിൽ ഞാൻ കയറാറില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരാളുടെ ഒരു സഖാവിൻ്റെ ലിങ്ക് തുറന്ന് നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത് അത് ഇതിനകത്ത് ഒത്തിരി വായിക്കാനാണ്. അങ്ങനെയുള്ളവരാരായാലും കുഴപ്പമില്ല, ആരുടെ ആയാലും കുഴപ്പമില്ല. അത് എൻ്റെ പേജിലേക്ക് ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ പേജിലിട്ടാൽ തന്നെ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ സ്ഥിരം എൻ്റെ ഇതിലൂടെ കടന്നു വരുന്ന ആൾക്കാരൊക്കെയാണ് ഈ ലിങ്ക് അയച്ചേക്കുന്നത്. അവരുടെയൊക്കെ പോസ്റ്റുകൾ അതിനകത്ത് വരുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അവർ ഇടുന്ന പോസ്റ്റുകളൊക്കെ മിക്കവാറും കാണുന്നുണ്ട്. പിന്നെ അപൂർവം ചിലത് കാണാതെ പോയെങ്കിലേ ഉള്ളൂ. അതിപ്പോൾ ഫേസ്ബുക്ക് നമ്മുടെ അടുത്തോടെ തരുന്നതാണ് കാണുന്നത് കേട്ടോ. ഫേസ്ബുക്ക് തരണം, നമ്മുടെ അടുത്തോടെ ഇവന് ഇത് കൊടുക്കാമെന്ന് തീരുമാനിക്കണം, എന്നാലേ വരികയുള്ളൂ. അപ്പോൾ അത് അവരുടെ തീരുമാനമാണ്. അപ്പോൾ ഇത് പറയാനാണ് ഞാനിപ്പം വന്നത്. ഇന്നിപ്പോൾ ഒന്നൊരു യാത്രയൊക്കെ കഴിഞ്ഞ് ഇന്ന് ഒത്തിരി ഒന്നും പോകാൻ പറ്റിയല്ലോ. ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യുക എന്നുള്ളത്. എനിക്ക് വലിയ വിഷമം. ടൗണിലൊക്കെ പോയാൽ കാഴ്ചയും കുറയും, കേൾവിയും കുറയും, വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ പോകേണ്ടടുത്ത് പോകാതെയും പറ്റിയല്ലോ എന്ന് ഓർത്തങ്ങ് പോയതാണ്. അത് ഈ ഓഫീസ് ജീവനക്കാരൊക്കെ കൃത്യമായിട്ടും അവർ ചെയ്യേണ്ട പണി അത് കൃത്യമായി ചെയ്താൽ നമുക്ക് അതിലൊന്നും ഒരാവശ്യമില്ല. അതെന്നെ ചുമ്മാ വിഷമിപ്പിക്കാൻ വേണ്ടി ചെയ്തു. എന്തായാലും ഞാനത് പോയി. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. എന്നാലും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ പിന്നെ ഞാൻ മറന്നു പോകും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ വീഡിയോ എടുത്ത് വെക്കാമെന്ന് കരുതി.